വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ അധികം പേര് ഗൾഫിലൊന്നും പോകാതിരിക്കുന്ന സമയത്ത്, യൂറോപ്പിലും അമേരിക്കയിലൊന്നും പോകാതിരിക്കുന്ന സമയത്ത്, ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത്, സാമ്പത്തിക കെട്ടുറപ്പ് വളരെ കുറച്ച് പേർക്ക് മാത്രം ഉണ്ടായിരുന്ന സമയത്ത്, നമ്മൾ വിവാഹ സദ്യകൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പോസ്റ്റിൽ കാണുന്ന പോലത്തെ ഒരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിനകത്ത് അലുവ ഉണ്ടാവും, ജിലേബി ഉണ്ടാവും, ബിസ്ക്കറ്റ് ഉണ്ടാവും, വട്ടയപ്പം ഉണ്ടാവും, പഴം ഉണ്ടാവും, മിക്സർ ഉണ്ടാവും, പിന്നെ കുറച്ച് മുന്തിരിങ്ങകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു പഴയകാല വിവാഹ ചായ സൽക്കാരമാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ദാഹത്തോടെ, ഉത്സാഹത്തോടെ വിവാഹ സൽക്കാര വേദികളിലൊക്കെ പോയിട്ടുള്ള ആയിരങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത് വലിയ ആനക്കാര്യമൊന്നുമില്ല. കാരണം ഒരു ബേക്കറി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ബേക്കറികളുണ്ട്. ആ ബേക്കറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന വിഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇന്ന് പിന്നെ വിവാഹ സൽക്കാര വേദികളൊന്നും ആരും അധികം പോകാറില്ല. ജസ്റ്റ് മുഖം കാണിക്കാൻ വേണ്ടി മാത്രമേ ആളുകൾ വരാറുള്ളൂ. സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരും, പോകും. എന്നല്ലാതെ അത് വലിയൊരു കെങ്കേമമായിട്ടുള്ള ഒരു സംഭവമല്ല. മനുഷ്യൻ്റെ പണം, പ്രതാപം, മഹത്വമൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം നടത്തുന്ന വിവാഹങ്ങളാണ്. കാരണം വിവാഹം മുഴുവനും കച്ചവടമായി മാറിക്കഴിഞ്ഞു. ആന്തരികമായിട്ടുള്ള മൂല്യവും അർത്ഥവും വ്യാപ്തിയും ഒക്കെ നഷ്ടപ്പെട്ട് മനുഷ്യർ പൊള്ളയായിട്ടുള്ള മരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് വിവാഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഇന്ന് ശൂന്യമാണ്. ജസ്റ്റ് ഒരു പ്രഹസനം മാത്രമാണ്. പഴയകാലവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം അതാണ്.